നമസ്കാരം. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളിയായ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിവിധ തലത്തിലുള്ള വിവിധ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള യമനിലുള്ള സൂഫി പണ്ഡിതരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് യമനിലെ തലാലിൻ്റെ കുടുംബവുമായി ഈ സൂഫി പണ്ഡിതർ കൃത്യമായ ചർച്ചകൾ നടത്തി, അവിടെയുള്ള ഭരണകൂടവുമായിട്ട് ചർച്ചകൾ നടത്തി. അതിനുശേഷമായിരുന്നു ഈ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി വധശിക്ഷ റദ്ദ് ചെയ്തു എന്നൊരു വാർത്തയും കൂടി പുറത്തു വന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവിടെയുള്ള യമൻ പണ്ഡിത സംഘവും യമൻ ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ച, ഈ ചർച്ച പിന്നീട് ഈ തലാലിൻ്റെ അച്ഛനും അമ്മയുമായിട്ടും അവർ കൂടിക്കാഴ്ച നടത്തി. തലാലിൻ്റെ ഉത്തരവാദിത്വം ഈ തലാലിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ്. സഹോദരന് ഇതിൽ കൂടുതൽ റോളൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ കുടുംബവുമായിട്ട് അവിടെയുള്ള പണ്ഡിത സംഘവും ഈ പറഞ്ഞ നയതന്ത്ര ഉദ്യോഗസ്ഥരുമൊക്കെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ, വധശിക്ഷ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരുടെ കുടുംബവും എത്തി എന്നുള്ളതാണ് വസ്തുത. ഇതൊരു സത്യസന്ധമായ കാര്യമാണ് എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നത്. വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ പേപ്പർ മണിക്കൂറുകൾക്കകം അത് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഈ തലാലിൻ്റെ സഹോദരനായിട്ടുള്ള ആൾ തന്നെ പറയുന്നത്. തലാലിൻ്റെ സഹോദരനെ കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾ ഇവിടെ ഏത് രീതിയിലാണ് നിമിഷപ്രിയയുടെ കേസ് ചർച്ചയാകുന്നത്, എങ്ങനെയൊക്കെയാണ് തലാലിനെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും ചില ആളുകളും വാർത്തകളിലൂടെയും മറ്റും ചിത്രീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രൂഫ്, ഒരു ചിത്രം അത് ഇവിടെ നിന്ന് ചില ആളുകൾ തലാലിന് അയച്ചു കൊടുക്കുന്നു. മലയാളത്തിൽ ഇവിടെ പലരും പോസ്റ്റ് ഇട്ടതും വാർത്തയായിട്ടുള്ള കാര്യങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് തലാലിൻ്റെ സഹോദരന് അയച്ചു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും തലാലിൻ്റെ സഹോദരന് ഇവിടെ വലിയ ആഘോഷം പോലെ, അതായത് ഈ പറഞ്ഞ വധശിക്ഷയൊക്കെ റദ്ദ് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ ഇവിടെ വലിയ ആഘോഷം പോലെ കൊണ്ടാടുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അയാൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഈ പറഞ്ഞതുപോലെ തലാലിൻ്റെ കൊലയാളിയായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കണം, വധശിക്ഷ മരവിപ്പിച്ച തീരുമാനം പുനഃപരിശോധിക്കണം, വധശിക്ഷ റദ്ദ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. ആ ലെറ്ററിൻ്റെ പകർപ്പൊക്കെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. അതായത് ഇപ്പോഴും തലാലിൻ്റെ സഹോദരൻ പറയുന്നത് ഈ സൂഫി പണ്ഡിതരും യമൻ ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും തലാലിൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം, അതായത് വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നാണ് തലാലിൻ്റെ സഹോദരൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ തെളിവ് പുറത്തുവിടാൻ തയ്യാറാകണം. കാന്തപുരത്തിൻ്റെ ഓഫീസാണെങ്കിൽ കാന്തപുരത്തിൻ്റെ ഓഫീസ് കൃത്യമായിട്ട് അതിൽ ആ വാർത്തയുടെ അടിസ്ഥാനം എന്താണ് എന്നത് പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നിമിഷപ്രിയയുടെ കേസ് വളരെ വൈകാരികമായിട്ട് കേരളം ഉൾക്കൊണ്ടൊരു കേസാണ്. അപ്പോൾ ആ കേസിൽ കേരളം മനസാക്ഷി ഒന്നടങ്കം അതോടൊപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ചില കുത്തിത്തിരിപ്പ് സംഘങ്ങൾ ഇത് എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നൊരു തീരുമാനത്തോടു കൂടി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തത് വലിയ ആഘോഷമാക്കുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞ് തലാലിൻ്റെ സഹോദരനുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയാണ്. നിരന്തരം ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് തലാലിൻ്റെ സഹോദരന് കിട്ടുന്നതോടുകൂടിയാണ് തലാലിൻ്റെ സഹോദരൻ ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു അനുകൂല തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും അതില്ലാതാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാന്തപുരത്തിൻ്റെ ഓഫീസാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെടുത്ത് ഈ പറഞ്ഞതുപോലെ തലാലിൻ്റെ വധശിക്ഷയിൽ തലാലിനെ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊരു വാർത്ത പുറത്തുവിടുന്നത്. ഈ വാർത്ത ശരിയാണ് എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും ശരിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേപ്പർ ഇനി ലഭിക്കാതിരിക്കുന്നതേ ഉള്ളൂ, അവിടുന്ന് ഉത്തരവാകേണ്ട താമസം മാത്രം. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കേന്ദ്രത്തിൻ്റെ വിശദീകരണം പല മാധ്യമങ്ങളും ചോദിച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് വിശദീകരിക്കാൻ മാത്രമുള്ള വാർത്തകളൊന്നും തന്നെ യമനിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമ്മൾ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അവിടെയുള്ള ഭരണകൂടവുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് പറയുന്നത് പോലെ ഈ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നുള്ള
ഉത്തരവിറങ്ങാത്ത സ്ഥിതിക്ക് കേന്ദ്രത്തിന് ഔദ്യോഗികമായിട്ടും അതിൽ പ്രതികരിക്കാനാവില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഒരു ഭരണകൂടത്തിന് ഒരു കൃത്യമായിട്ടൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ ഇല്ലാത്തിടത്തോളം കാലം അതിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്താൻ പറ്റില്ല. ഓഫ് റെക്കോർഡ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ അവരായിട്ട് സംസാരിച്ച ഘട്ടത്തിൽ അവർ ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്, ഇനി ദിയാധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ഓഫ് ദ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് പറയാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കില്ല. കാരണം നാളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞതാണല്ലോ എന്നിട്ട് വീണ്ടും ഈ കേസ് എങ്ങനെ വഴിതിരിഞ്ഞു മാറി എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ കേന്ദ്രം തൂങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തീരുമാനം, ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേപ്പർ കാന്തപുരത്തിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ അവിടെയുള്ള പണ്ഡിതരുമായിട്ടും നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി നിമിഷപ്രിയയുടെ കേസ് പെട്ടെന്ന് തന്നെ ഒരു തീർപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഇനി ദിയാധനം എത്രയാണ് എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അത് പക്ഷേ ഈ തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും കൂടി ഇരുന്നാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. സഹോദരന് ഇതിലൊന്നും വലിയ റോളില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് സമ്മതമാണ്, ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു പരിഗണനയൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അവർക്ക് അതിൽ വലിയ ഇതൊന്നുമില്ല. പക്ഷേ തലാലിൻ്റെ സഹോദരനാണ് ഇതിനകത്ത് ഇപ്പോൾ ഉടക്കു വെച്ച് നിൽക്കുന്നത്. ദിയാധനം എത്രയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് ഇനി എത്തേണ്ടത് ഈ തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയുമാണ്. അവരെ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അതിൽ എത്ര രൂപ അവർക്ക് വേണം എന്നതിനെക്കുറിച്ച് പറയും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അവർ പറയുന്നതനുസരിച്ച് ഉള്ള തുക ഇവിടെ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നേരത്തെ ഒരു സൗദി ജയിലിൽ കഴിയുന്ന ഒരു യുവാവിന് വേണ്ടിയിട്ട് പണപ്പിരിവ് വ്യാപകമായിട്ട് നടത്തിയിരുന്നു. 35 കോടിയോ 36 കോടിയോ എങ്ങാണ്ട് കെട്ടി അദ്ദേഹത്തിൻ്റെ വധശിക്ഷയൊക്കെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങാൻ പിന്നെയും കാലതാമസം വരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് അങ്ങനെയാണ് അവരുടെ നിയമം. വധശിക്ഷ റദ്ദ് ചെയ്താൽ തന്നെയും ഒരു നിശ്ചിത കാലയളവിൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കൂ എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോൾ നിമിഷപ്രിയയുടെ കേസിലും ഇനി എത്ര നാൾ ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ടി വരും, എത്ര ദിയാധനം കൊടുക്കേണ്ടി വരും എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പം നിമിഷപ്രിയ കേസിൽ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ എന്നതാണ്. അപ്പോൾ നിമിഷപ്രിയയുടെ മോചനം ഉടൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിന് ചില കാലതാമസങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അതിൽ അന്തിമ തീരുമാനമെടുത്ത് നിമിഷപ്രിയക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. ഈ 2017 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു. ക്ലിനിക്കിൻ്റെ സ്പോൺസറായിട്ട് തലാൽ വരുന്നു. പക്ഷേ തലാൽ മറ്റൊരു രീതിയിലാണ് നിമിഷപ്രിയ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന രീതിയിൽ റെക്കോർഡ്സ് ഉണ്ടാക്കുന്നു. ആ റെക്കോർഡ്സൊക്കെ ഉണ്ടാക്കി അത് യമൻ ഭരണകൂടം അംഗീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വരുമാനങ്ങളെല്ലാം തലാൽ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ശാരീരികമായിട്ട് നിമിഷപ്രിയയെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. നിമിഷപ്രിയയുടെ സ്വർണ്ണമെല്ലാം തലാൽ വിറ്റു. പാസ്പോർട്ടും മറ്റ് അക്കാമ ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം തലാലെടുത്ത് മാറ്റിവെച്ചു. അപ്പം നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരണമെങ്കിൽ ഈ രേഖകൾ എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി തലാലിനെ വകവരുത്തി എന്നുള്ള രീതിയിലാണ് ഈ കേസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം 2020 ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അപ്പോൾ 2020 വധശിക്ഷ വിധിച്ചതോടുകൂടിയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഈ വാർത്ത വലിയ കാട്ടുതീ പോലെ ചർച്ചയാവുകയും ചെയ്തു. എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ ഇനിയിപ്പം വരാനിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ദിയാധനം എത്ര നൽകണം, മോചനം എപ്പോഴും. ഈ 2 കാര്യങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഉത്തരമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.